അടുത്തൊരു ചോദ്യമാണ് ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഗിവൺ ബൈ √16 - x². മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. കാരണം ഏത് ബോർഡ് പരീക്ഷകൾക്കായാലും ശരി, എൻട്രൻസ് പരീക്ഷകൾക്കായാലും ശരി, കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണിത്. √a - x² എന്നുള്ളൊരു മോഡലിലുള്ള ചോദ്യം. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം, എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ മോഡലിലുള്ള ഏത് ചോദ്യം വന്നാലും ഒറ്റയടിക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ള സാധനം കൂടെ സാർ ടിപ്പായിട്ട് പറഞ്ഞുതരാം. അതൊരു അഡീഷണൽ ടിപ്പാണ് മക്കളെ. അപ്പൊ നമുക്ക് ഇതാ നോക്കാം. ഫസ്റ്റ് നോക്കിയ മക്കളെ, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം √16 - x² ആണ്. ഇതിന്റെ ഡൊമെയിൻ ഒന്ന് നോക്കാം. ഡൊമെയിൻ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എക്സ് വാല്യൂ അറിയണം അല്ലേ, എന്നാലേ ഔട്ട്പുട്ടിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഡൊമെയിൻ നോക്കാം. ഡൊമെയിൻ റൂട്ടിനകത്തായതുകൊണ്ട് തന്നെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ 16 - x² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അഥവാ നമുക്ക് -x² അപ്പുറത്തെടുത്താൽ 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x², x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഓക്കെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. a² ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോ സംതിങ് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, -√a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √a ആയിരിക്കും. ഓക്കെ, അതുപോലെ അബ്സല്യൂട്ട് ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആയിരിക്കും. ഇതൊരു നോട്ടാണ് മക്കളെ, ഇതൊരു നോട്ടാണ്, നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 ആണ്. സോ നമുക്ക് പറയാം -√16 എത്രയാ മക്കളെ? 4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് -4 to 4 ആയിരിക്കും വരുന്നത്. അപ്പൊ എക്സിന് ഏറ്റവും മിനിമം വാല്യൂ 4 ആണ്, മാക്സിമം വാല്യൂ എന്താണ്? മിനിമം വാല്യൂ -4 ആണ്, മാക്സിമം വാല്യൂ 4 ആണ്. സോ നമുക്ക് ആ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. f of -4 എന്ത് വരും മക്കളെ? √16 - -4² അഥവാ √16 - 16 വരും. സോ √16 - 16 which will be, മക്കളെ നോക്കിക്കേ, √16 - 16 വരും, which will be nothing but 0. ഇനി f of 4 നോക്കിക്കേ മക്കളെ. f of 4 നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും √16 - 4² അഥവാ √16 - 16 തന്നെ വരും, അതും 0 വന്നു. ഓക്കെ, അപ്പൊ ലോവറും അപ്പറും രണ്ട് വാല്യൂസും 0 വന്നു. സോ ഇതിന്റെ മിഡിൽ വാല്യൂ, ഓക്കെ, ഇതിന്റെ മിഡിൽ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. -4 - 4 ഇടയ്ക്കുള്ള മിഡിൽ വാല്യൂ ഏതാ? 0 ആണ്. സോ √16 - 0² ആണ്. ഓക്കെ, 16 - 0² എന്ന് പറയുന്നത് √16 ആണ്, which will be nothing but 4 ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ എന്താണ് മക്കളെ? 4 ആണ്. സോ റേഞ്ച് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ മിനിമം വാല്യൂ 0യും മാക്സിമം വാല്യൂ 4 ആണ്. സോ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 to 4 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ റേഞ്ച്. അപ്പൊ നമ്മളുടെ റേഞ്ച് ഏതാ മക്കളെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി സാറ് പറഞ്ഞ ടിപ്പിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഭയങ്കര ഈ ഒരു മോഡലിൽ വരുന്ന ഏതൊരു ചോദ്യവും ഒറ്റയടിക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധനമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൂപ്പർ ടിപ്പാണ് സാറ് പറഞ്ഞു തരാൻ പോകുന്ന മക്കളെ. ഓക്കെ, അതെന്താ മക്കളെ? നോക്കിക്കേ, നമ്മളുടെ ചോദ്യം കിടക്കുന്ന ഫോം f of x എന്ന് പറയുന്നത് √a - x² എന്നുള്ള മോഡലിലാണെങ്കിൽ, √a - x² ഡൊമെയിൻ വരുന്നത്, ഡൊമെയിൻ നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടതൊന്നുമില്ല, a - x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓക്കെ, ഇവിടെ നമുക്ക് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു a എന്ന് പറഞ്ഞു കിട്ടും, അഥവാ -√a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √a എന്ന് പറഞ്ഞു കിട്ടും. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് √a to √a ആയിരിക്കും. ഈ മോഡലിലാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ അതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്ന ക്ലോസ്ഡ് -√a to √a ആയിരിക്കും. ഇനി നമുക്ക് റേഞ്ച്, ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഓക്കെ, റേഞ്ച് നിങ്ങൾ f of √a നോക്കിയാലും, ഓക്കെ, f of -√a നോക്കിയാലും നിങ്ങൾക്ക് 0 കിട്ടും. ഓക്കെ, f of 0 നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് √a ആയിരിക്കും. ഓക്കെ, f of 0 നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? √a ആയിരിക്കും. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 to √a ആയിരിക്കും. ഈ മോഡലിലായിരിക്കും മക്കളെ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, തൊട്ടുമ്പത്തെ ചോദ്യം എന്താണ്? √16 - x². √16 അവിടെ ഏടെ സ്ഥാനത്ത് 16 ആണ്. അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to √16 എത്രയാ? 4 ആണ്. 0 to 4 ആയിരിക്കും. നോക്കിക്കേ,
അതല്ലേ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈസി ആയിട്ട് ഈ ഒരു മോഡലിലാണ് ചോദ്യം. ഇവിടെ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള മോഡലിലാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും.